എന്താടാ ഇവിടെ കുത്തിയിരിക്കുന്നത്? അമ്മേ, മാമൻ എന്താ അമ്മേ വരാത്തത്? നീയും നിന്റെ ഒരു മാമനും മിണ്ടാൻ പറഞ്ഞാലും ഇരുന്നോളണം. അമ്മേ, മാമനിനി ഇങ്ങോട്ട് വരില്ലേ അമ്മേ? അമ്മയോ? ആരാണ് നിന്റെ അമ്മ? നിന്റെ അമ്മ ചുടുകാട്ടിലാണ്. വേണമെങ്കിൽ പോയി അന്വേഷിക്കും. ലക്ഷ്മി, ഇതാ നമ്മുടെ മോനെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നീ അവനെ കാണുന്നില്ലേ ലക്ഷ്മി? നമ്മുടെ മോനെ കാണുന്നില്ലേ? അവൻ അനുഗ്രഹിക്കൂ ലക്ഷ്മി, അനുഗ്രഹിക്കൂ. എന്തിനാണ് വിളിക്കുന്നത്? ചേട്ടൻ എവിടെ അമ്മേ? അകത്ത് എവിടെയെങ്കിലും കാണും. അകത്തൊന്നും കാണുന്നില്ല. അവൻ ഈ വീട്ടിൽ നിന്ന് എവിടെ പോകാൻ? നീ തൊട്ടതിലൊക്കെ ഇങ്ങനെ അവനെ അന്വേഷിക്കാതെ അകത്ത് വന്നിരിക്കും. വരൂ. വരുന്നു. ഞാൻ വന്നു അമ്മേ, ഞാൻ വന്നു. എന്റെ അമ്മ ഇവിടെയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അമ്മ എന്താണ് എന്നെ വിളിക്കാതെ പോയത്? അമ്മേ, അമ്മ എവിടെ? അമ്മ എന്താണെന്നും പറയാത്തത്? എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം. എന്റെ അമ്മയെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അമ്മേ, 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 അമ്മേ. ബാബു, ബാബു, ഇവരിത് എവിടെ പോയി? ബാബു, മോനെ എവിടെ കണ്ടില്ലേ ശങ്കര? ഇവിടെ കാണുന്നില്ല കൊച്ചമ്മേ. അയ്യോ, പിന്നെ അവൻ എവിടെ പോയി? കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിട്ടാലോ? അവൻ മഴയത്ത് അങ്ങോട്ട് ഇങ്ങനെ അറിഞ്ഞിരിയായിരുന്നു. ഞങ്ങൾ കണ്ടു ഭാഗ്യം. ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. രാജേഷോടെ രാജേഷിനെ കാണാനിട്ടാണ് ഇവൻ ഇറങ്ങി ഓടിയത്. അവനെ കാണുന്നില്ലേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച സാഹചര്യം? അയ്യോ, മോന് പനിയുണ്ടെന്ന് തോന്നുന്നല്ലോ. കുഞ്ഞിന് പനിയുണ്ടെന്ന് തോന്നുന്നു. വേഗം തിളയ്ക്കുന്നു. ശരിയാണ്, നല്ല പനിയുണ്ട്. ഈശ്വര, ഡോക്ടർക്ക് വേഗം ഫോൺ ചെയ്യൂ. ദേവദാസ്, നീ പോയി രാജേഷിനെ അന്വേഷിക്കും. ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യും. ചേട്ടാ, 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 മോനെ, ചേട്ടൻ ഇനിയും വന്നില്ലേ അമ്മേ? എനിക്കെന്റെ ചേട്ടനെ കാണണം. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. ഡോക്ടർ, കുഞ്ഞിനൊട്ടും കുറവില്ലല്ലോ ഡോക്ടർ. മിസ്റ്റർ ദേവദാസ് എവിടെ? രാജേഷിനെ വിളിക്കാൻ പോയില്ലേ? നിങ്ങൾ വരൂ. കുട്ടിക്ക് അല്പം സീരിയസ് ആണ്. മരുന്ന് കൊടുത്തതിന്റെ ഫലമൊന്നും കാണുന്നില്ല. ഇനി മരുന്ന് കൊടുത്തുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ചേട്ടാ, ചേട്ടനെ വിളിക്കുന്നത് കേട്ടില്ലേ? മെന്റൽ ഷോക്കാണ്. കുട്ടികളുടെ മനസ്സല്ലേ. ചേട്ടനെ കാണാത്ത വിഷമം മനസ്സിന് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മരുന്ന് പോലും ഫലിക്കാത്തത്. ഉടനെ പോയി കുഞ്ഞിന്റെ ചേട്ടനെ കൂട്ടിക്കൊണ്ടുവരൂ, അല്ലെങ്കിൽ ജീവൻ അപകടത്തിലായിരുന്നു വരും. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ മോഹൻ? ആവുന്നത്ര വേഗം രാജേഷെ കണ്ടുപിടിച്ചോണ്ട് വരാൻ. ദൈവത്തിന്റെ മുന്നിലും എന്റെ കുഞ്ഞിനെ അകറ്റി നിർത്താൻ ശ്രമിച്ചു അല്ലേ? ആ ദൈവം ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ള കാര്യം ഓർമ്മിച്ചോളൂ.
മോഹൻ എവിടെയുണ്ടെങ്കിലും രാജേഷിനെ ഉടനെ വിളിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ എന്റെ മോൻ രക്ഷപ്പെടില്ല. ഇത് ഈശ്വരന്റെ ശിക്ഷയാണ് ചേച്ചി. എല്ലാം അനുഭവിച്ചു തന്നെ തീരണം. എന്റെ എല്ലാ തെറ്റുകളും ഞാൻ സമ്മതിക്കുന്നു. ഈ അവസരത്തിൽ അതെന്നെ ശിക്ഷിക്കരുത്. രാജേഷ് ശ്രീധരനെ തേടി പോയതായിരിക്കും. വേഗം പോയി അന്വേഷിക്കൂ, അവനെ കൂട്ടിക്കൊണ്ടുവരൂ. ചേച്ചി, ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ്. ചേച്ചി പ്രസവിക്കാത്ത കാരണം അളിയൻ വേറെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച വിവരം ശ്രീധരേട്ടനോട് പറഞ്ഞവൻ ഞാനാണ്. ലക്ഷ്മി പ്രസവിച്ച കുഞ്ഞിനെ ശ്രീധരേട്ടൻ ചേച്ചിക്ക് തന്നതുമെല്ലാം നേരിട്ടറിയാവുന്നവനാണ് ഞാൻ. അവസാനം കുഞ്ഞ് നഷ്ടപ്പെട്ട ആദ്യം കൊണ്ട് അവർ മരിച്ചു. ചേച്ചിക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ കഴിഞ്ഞതെല്ലാം ചേച്ചി മറന്നു കളഞ്ഞു. എന്നിട്ടിപ്പോൾ ചേച്ചിയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രീധരേട്ടന്റെ കുഞ്ഞിനെ വിട്ടുതരണമെന്ന് ഞാൻ പോയി പറയണമല്ലേ? എനിക്ക് സാധ്യമല്ല ചേച്ചി, സാധ്യമല്ല. അങ്ങനെ പറയില്ലേ മോഹൻ. എന്റെ മോൻ മരിച്ചു പോകും. അവനെ എങ്ങനെങ്കിലും രക്ഷിച്ചേ മതിയാകൂ. പാടില്ല. ഇനി അതിനുവേണ്ടി യാതൊരു ശ്രമവും പാടില്ല. മോഹൻ പറഞ്ഞത് സത്യമാണ്. സത്യമാണെന്നാണ് ചോദിച്ചത്. എല്ലാം സത്യമാണ്, എല്ലാം സത്യം. എങ്കിൽ ഇനി ബാബു ജീവിച്ചുകൂടാ. നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നിന്റെ മകന്റെ മരണമാണ്. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നിനക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അങ്ങനെനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണ്. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. പക്ഷേ അത് കാരണം ലക്ഷ്മി മരിച്ചു. അവളുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണ്. എന്റെ സഹോദരനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന എന്റെ ശ്രീധരനെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. ഈ പാപത്തിനൊക്കെ ഞാൻ എങ്ങനെ പരിഹാരം കാണോടി? ഒന്നും അറിയാതിരുന്ന എന്നെ കൂടി ഒരു മഹാപാപിയാക്കിയില്ലേടി നീ, ദ്രോഹി. എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചുള്ളൂ. ഞാനത് അർഹിക്കുന്നവളാണ്. അതിനു മുമ്പ് നമ്മുടെ മോനെ രക്ഷിക്കൂ. അത് കഴിഞ്ഞ് എന്നെ വേണമെങ്കിൽ കൊണ്ടുള്ളൂ. ശിക്ഷ നിനക്ക് മാത്രമല്ല എനിക്കുമുണ്ട്. അത് ഈശ്വരൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ മകന്റെ മരണം കൊണ്ടേ അത് അവസാനിക്കും. അങ്ങനെ പറയല്ലേ. ദൈവത്തെ ഓർത്തെങ്കിലും നമ്മുടെ മകനെ രക്ഷിക്കൂ, നമ്മുടെ മകനെ രക്ഷിക്കൂ. മോനെ, മോനെ, അയ്യോ മോനെ, മോനെ, മോനെ കണ്ടുകൊള്ളൂ. മോനെ, മോനെ, മോൻ എന്തിനിവിടെ വന്നു മോനെ? എന്റെ അമ്മയെ കാണാൻ വന്നതാണ്. അതെ മോനെ, മോന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ട്. ഞാനാണ് മോന്റെ അച്ഛൻ. മോനെ, എന്നെ അച്ഛാന്നൊന്ന് വിളിക്കും മോനെ, വിളിക്കും മോനെ. അച്ഛാ, ഒന്നുകൂടി വിളിക്കും മോനെ, ഞാനൊന്ന് കേൾക്കാം. അച്ഛാ, ഒന്നുകൂടി വിളിക്കും മോനെ. അച്ഛാ, മോനെ, എന്റെ പൊന്നു മോനെ, ഇനി അച്ഛൻ മരിച്ചോട്ടെ മോനെ, അച്ഛൻ മരിച്ചോട്ടെ മോനെ. മോൻ ഇവിടെ നിൽക്കണ്ട. മോനിവിടെ നിന്നാൽ അവർ മോനെ തിരക്കി ഇവിടെ വരും. നന്ദിയും മനുഷ്യത്വമില്ലാത്ത ദ്രോഹിയുടെ നാട്ടിൽ നിന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാം മോനെ. മോനെ, ശ്രീധര, എന്റെ അടുത്തേക്ക് വരരുത്. എന്റെ മോനെ ഞാൻ തരില്ല. ഞങ്ങൾ ഒരുമിച്ച് മരിക്കും. എന്നാലും എന്റെ മോനെ കൊണ്ടുപോയി കൊല്ലാൻ ഞാൻ തരില്ല. നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത്. ശ്രീധര, ഞാൻ നിന്റെ മോനെ തേടിയല്ല വന്നത്, നിന്നെ തേടിയാണ്. നിന്നോട് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കും. മാപ്പോ? എന്റെ ലക്ഷ്മിയെ കൊന്നതിന് മാപ്പോ?
എന്റെ ഈ പൊന്നു കുഞ്ഞിനെ ദ്രോഹിച്ചതിന് മാപ്പോ. എന്റെ ജീവിതം തന്നെ തല്ലി തകർത്തതിന് ശേഷം മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുന്ന മുതലാളി. പാടില്ലാത്തതൊക്കെ സംഭവിച്ചു പോയി. രാജേഷ് നിന്റെ മകനാണെന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇനി നീ പറയുന്നതെല്ലാം കേൾക്കുകയേ നിവൃത്തിയുള്ളൂ. നിന്നെയും രാജേഷിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് നരകമാണ്. ഇനി ആ നരകത്തിലേക്ക് ഞങ്ങൾ വരില്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ ശ്രീധര. എനിക്കൊന്നും കേൾക്കണ്ട. എന്തെങ്കിലും സൂത്രം പറഞ്ഞ് എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കണം. അതിലല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതെങ്ങ് മനസ്സിലിരിക്കട്ടെ മുതലാളി. ശ്രീധരൻ അവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ താമസിക്കണ്ട. എന്നാലും രാജേഷിനെ കൊണ്ട് അവിടെ വരെ ഒന്ന് വന്നൂടെ? ഛീ! എന്റെ പട്ടിവരൻ തന്റെ വീട്ടിൽ താൻ പോണ മനുഷ്യ അവിടെ. ശ്രീധര, രാജേഷിനെ കാണാതെ ബാബു മനസ്സിന് അടിയേറ്റ് കിടക്കുകയാണ്. അവന്റെ ജീവൻ അപകടത്തിലാണ്. രാജേഷിനെ കണ്ടാൽ എല്ലാം നേരെയാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആ അത് പറ. അങ്ങനെ നേർവഴിക്കുക. നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ വരണമല്ലേ? കുഞ്ഞിന്റെ അമ്മയെ രക്ഷിച്ചതിനുള്ള സമ്മാനം എനിക്ക് കിട്ടി. അത് മതി. ഇനി അവരുടെ മകനെ കൂടി രക്ഷിക്കാൻ എനിക്ക് സൗകര്യമില്ല. രണ്ട് മുതലാളിമാരും വന്ന വഴി പോയട്ടെ. ദൈവത്തെ ഓർത്തെങ്കിലും എന്റെ മകനെ രക്ഷിക്കും. ഈശ്വര, ഈ മുതലാളിമാരെല്ലാം ഇങ്ങനെയാണോ? ഈശ്വരനെയും പാവപ്പെട്ടവനെയും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ ഓർമ്മിക്കൂ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ നേരമില്ല ശ്രീധര. നേരമില്ലെങ്കിൽ പോകരുതോ? ഇനി ഞങ്ങൾ അങ്ങോട്ടില്ലെന്ന് പറഞ്ഞില്ലേ? നന്ദിയില്ലാത്ത മനുഷ്യ ജീവിക്കുന്ന ഈ നാട്ടിൽ നിന്നും ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ. ശ്രീധര, അവനെങ്ങനെ പോകാൻ അനുവദിക്കുകയാണോ ദേവദാസ്? നിങ്ങളൊക്കെയാണ് ഇതിന് കാരണക്കാർ. ദേവദാസ്, 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 വണ്ടി ഒന്ന് നിർത്തൂ ദേവദാസ്. ഞാനും കൂടെ കയറിക്കോട്ടെ. എന്റെ ദേവി, എന്റെ മോനൊരു ആപത്തും വരുത്തരുതേ. രാജേഷിനെ കണ്ടോ? എവിടെ? രാജേഷിനെ ഇനി ഇങ്ങോട്ട് അയക്കില്ല എന്ന് ശ്രീധരൻ പറഞ്ഞു. ഇല്ല, അവൻ വന്നു തന്നെ തീരണം. എങ്ങനെങ്കിലും എന്റെ മോനെ രക്ഷിച്ചേ മതിയാകൂ. ശ്രീധരന്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചെങ്കിലും ഞാൻ രാജേഷിനെ കൂട്ടിക്കൊണ്ടുവരും. വേണ്ട, അവൾ പോയിട്ട് വരട്ടെ. ഇവിടെ ഒരു കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞതിന് ശേഷം ഈ നാടും വീടും വിട്ടുപോകാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല കൊച്ചമ്മേ. ഞങ്ങളുടെ മനസ്സിന് വലിയ കട്ടിയില്ല കൊച്ചമ്മേ. ഞങ്ങൾ പാവങ്ങളാണ്. എന്നോട് ക്ഷമിക്കും ശ്രീധര. ബുദ്ധിയില്ലാതെ ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു. എനിക്ക് മാപ്പ് തരൂ. ക്ഷമിക്കേണ്ടതും മാപ്പ് തരേണ്ടതും ഈശ്വരനാണ് കൊച്ചമ്മേ. ഇതാ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊള്ളൂ. കൊണ്ടുപോയിക്കൊള്ളൂ കൊച്ചമ്മേ. കൊണ്ടുപോയിക്കൊള്ളൂ കൊച്ചമ്മേ. കൊണ്ടുപോയിക്കൊള്ളൂ. ഇതാ മോനെ, നിന്റെ ചേട്ടൻ വന്നു മോനെ. കണ്ണു തുറക്കൂ, തുറക്കൂ മോനെ. അനിയനെ വിളിക്കൂ മോനെ, വിളിക്കൂ. അനിയ കണ്ണു തുറക്കൂ. അനിയ, അനിയ കണ്ണു തുറക്കൂ. അനിയ കണ്ണു തുറന്ന് നോക്കൂ മോനെ, നിന്റെ ചേട്ടൻ വന്നിരിക്കുന്നു. കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ. അനിയ കണ്ണു തുറക്കൂ. അനിയ കണ്ണു തുറക്കൂ. അനിയ ചേട്ടാ, അനിയ ചേട്ടാ, അനിയ, അനിയ ചേട്ടാ. നീ ഇവിടെ വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അത്രയ്ക്ക് ദ്രോഹമാണ് ഞങ്ങൾ നിന്നോട് ചെയ്തത്.
ശ്രീധരനെ ഇനിയും അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല. ശ്രീധര, എന്റെ ജീവിതം തന്നെ അങ്ങയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ. ശ്രീധര, ഇന്നു മുതൽ ഈ വീട് ദേവദാസിന്റെ മാത്രമല്ല ശ്രീധരന്റെയും. നിങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹം ആചന്ദ്രകാലമേ സന്തതി പ്രവേശമേ നീണ്ടു നിൽക്കുന്നത് കാണാൻ എനിക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാ നിങ്ങളുടെ സ്നേഹത്തിന്റെ രണ്ട് മുഖങ്ങൾ.